ഹലോ ഗായ്സ്, മലയാളം അറിയുന്നവർക്ക് ഒരു ശുഭ വാർത്തയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. മലയാളം കേരളീയരുടെ മാതൃഭാഷ. വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അതെ, അങ്ങനെ മലയാളത്തെ സ്നേഹിച്ചവർക്ക് കേൾക്കാൻ രസമുള്ള ഒരു വാർത്തയാണ് ഇതിലൂടെ പറയുന്നത്. മലയാള ഭാഷാ ബിൽ പാസാക്കി. അതായത് മലയാളം ഒന്നാം ഭാഷയായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിർബന്ധിത ഒന്നാം ഭാഷ. സർവകലാശാലകൾക്കും ഇത് ബാധകമാണ്. സർവകലാശാലകളിൽ മലയാളം ഭാഷാ പഠനം നിർബന്ധിതമാക്കും. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മലയാള ഭാഷാ പഠനം നിർബന്ധിതമാക്കും. നിർബന്ധിത ഒന്നാം ഭാഷയാകും. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 9-10 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് ഇത് ബാധകമല്ല. എന്നിരുന്നാലും അവർക്ക് ഇത് പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ ഇത് തുടരും. ഈ നിയമം തുടരും. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും, അതായത് 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെങ്കിൽ അവർക്ക് മലയാളം ഭാഷാ പഠനം തിരഞ്ഞെടുക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ഭേദഗതികൾ എന്നിവയെല്ലാം തന്നെ നിശ്ചിത കാലയളവിനുള്ളിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തും. PSC പരീക്ഷകൾക്കും മലയാള പഠനം നിർബന്ധിതമാക്കാനുള്ള നടപടികൾ തുടങ്ങുകയായി. ജില്ലാതലം മുതൽ താഴേക്ക് വരുന്ന കോടതികളിലെല്ലാം തന്നെ നിയമങ്ങളും വിധിന്യായവും എല്ലാം മലയാളത്തിലാക്കുവാനുള്ള പരിശ്രമം തുടങ്ങുകയാണ്. ഇതിന് മേൽക്കോടതിയുടെ സഹായവും തേടും. സർക്കാർ ഉത്തരവുകൾ, ഭേദഗതികൾ എന്നിവയെല്ലാം തന്നെ മലയാളത്തിലേക്ക് ആക്കുവാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.